ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മാസവണക്ക ശുശ്രൂഷകളിൽ പങ്കുചേരുവാനും ഷാലോം ടെലിവിഷനിലൂടെ ലോകമാസകലം ആത്മീയതയെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് മാസവണക്കത്തിൻ്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ ലഭ്യമാകുവാനും ഈ ശുശ്രൂഷ കാരണമാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഈ നവംബർ മാസം നമ്മുടെ പരേതരെ പ്രത്യേകം ഓർക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. പരേതരെക്കുറിച്ച്, നമ്മുടെ മരിച്ചുപോയവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്ന ചിന്ത, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലാണോ? അവരൊക്കെ നിത്യതയിൽ എത്തിയോ? അവർ ഈശോയുടെ അടുത്ത് എത്തിയോ? യഥാർത്ഥത്തിൽ ഈ സ്വർഗം എന്ന വാക്കിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ഒരു വാക്കിലൊന്നാണ് സ്വർഗം. കഴിഞ്ഞ ദിവസം ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ChatGPT പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന വാക്ക് ഏതാണെന്ന് തിരഞ്ഞപ്പോഴാണ് കോടിക്കണക്കിന് ആളുകൾ തിരഞ്ഞിട്ടുള്ള വാക്ക് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, ജെമിനിയെക്കുറിച്ച്, ChatGPTയെക്കുറിച്ചൊക്കെയാണ്. ഞാനിങ്ങനെ ഒന്ന് തിരഞ്ഞു, ഈ സ്വർഗം എന്നൊരു വാക്കിനെ കുറിച്ച് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അത് വീണ്ടും ചില ക്ലാരിഫിക്കേഷൻ തരികയാണ്. നമുക്ക് വേറെ വല്ല പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഒന്ന് പോയാലോ, വേറെ വല്ല സെർച്ച് ടൂൾസിലേക്കൊക്കെ ഒന്ന് പോയാലോ? അതിൻ്റെ അർത്ഥം വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഈ വാക്കൊക്കെ സെർച്ച് ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈ വാക്ക് സെർച്ച് ചെയ്യാൻ ഒരുപക്ഷെന്നുണ്ടെങ്കിൽ മടുപ്പ് തോന്നുന്നതിൻ്റെ കാരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല, അത് പറഞ്ഞു കൊടുക്കാറില്ല. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും നമ്മൾ ഇവക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിരുത്തി ഗ്രഹിക്കണം, മനസ്സിരുത്തി കേൾക്കണം. പ്രയാസമാണ്, പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഈ നവംബർ മാസം നമ്മുടെ പരേതരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ചെയ്യപ്പെടേണ്ട, മനസ്സിൽ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വർഗം എന്നുള്ളൊരു വാക്ക്, നിത്യത എന്നുള്ളൊരു വാക്ക്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ക്രിസ്തുധർമ്മ പ്രവേശികയിൽ പറയുന്നുണ്ട്, നരകം, സ്വർഗം, യുഗാന്തം, ഈ വക ചിന്തകളൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. മനസ്സിരുത്തി ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഈ ഒരു ചിന്ത മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി പറയും, നേര് പറഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ പലപ്പോഴും ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഇതൊക്കെ ഒരു ഉട്ടോപ്യൻ ആശയമല്ല, എന്ത് സ്വർഗം? ഈ ഭൂമിയിലൊക്കെ ഒരു ദിവസം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ല വെച്ചാൽ സ്വർഗം. ഈ ഭൂമിയിൽ മനസ്സമാധാനത്തോടെ ഒരു ദിവസം ജീവിച്ചാൽ അത് തന്നെയല്ല വെച്ചാൽ സ്വർഗം. ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ? നല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക സഭ കാലങ്ങളായി നമ്മെ പഠിപ്പിക്കുന്നത്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1024 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത്, സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആഴത്തിലൊന്ന് കൊണ്ടുവരണം. തിരുവചനത്തിൻ്റെ അടിത്തറയിൽ, തിരുവചനത്തിൻ്റെ പ്രത്യേകമായ ഉൾക്കാഴ്ചകളിലാണ്, വേരോട്ടമുള്ളതാണ് ഈ സ്വർഗ ചിന്ത. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1024 ഖണ്ഡിക ഇങ്ങനെയാണ്: പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണിത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഒരു ഭാഗ്യപ്പെട്ട സംസർഗം, ഇതാണ് സ്വർഗം. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കുമൊക്കെ അതീതമായതുകൊണ്ട് ഗ്രഹിക്കാൻ അല്പം പാടുള്ള കാര്യമാണ്. പക്ഷേ നാം വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറയണം. ഈ കാലഘട്ടത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട ഒരു വിഷയമായി സ്വർഗം നമ്മോട് കൂടുതൽ അടുക്കുന്നുണ്ട്, യുഗാന്തം അടുക്കുന്നു. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ചില പദപ്രയോഗങ്ങളൊക്കെ ഈശോ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്
ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യം, ഉൾക്കാഴ്ച കൂടുതൽ വളരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ബൈബിളിലെ ചില പദപ്രയോഗങ്ങൾ, ചില പ്രതീകങ്ങൾ കൊണ്ടാണ് ഈശോ സ്വർഗരാജ്യത്തെ വിവർത്തനം ചെയ്തിട്ടുള്ളത്, വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വിവാഹ ആഘോഷമെന്നവൻ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിലെ വീഞ്ഞിനെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ ഭവനം എന്നവൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ സ്വർഗത്തെ. ജീവനുള്ളവരുടെ സ്ഥലമെന്നവൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ ഭവനം എന്ന് അവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗീയ ജെറുസലേം, സമാധാനത്തിൻ്റെ തുറമുഖം, പറുദീസ. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തിരുവചനം വീണ്ടും പറയുകയാണ്, ഈ വാക്കുകൾക്ക് പരിമിതിയുണ്ട് കേട്ടോ. ഇതെല്ലാം പറഞ്ഞാലും സ്വർഗത്തെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 2:9 പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായൊരു കാര്യമാണ്. എന്നാൽ അത് ബുദ്ധിക്ക് അതീതമാണ്, അഗ്രാഹ്യമാണ് എന്നതുകൊണ്ട് അത് ഇല്ല എന്നുള്ളതല്ല. സ്വർഗമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഈ പ്രകൃതിക്ക് അതീതമായ ഈ സത്യം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്, അതിൻ്റെ ഉറപ്പ് നമുക്കറിയാം, നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയാണ്. ഈശോ അല്ലാതെ ഈ ഭൂമിയിൽ ആര് ഇത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് സ്വർഗം ഉണ്ട്. യോഹന്നാൻ 14:2-3 വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമുക്കൊരു കൊച്ചു കുഞ്ഞിനെ ബോർഡിങ്ങിൽ കൊണ്ട് വിട്ട് കഴിയുമ്പോൾ അവൻ കൂട്ടുകാരോടൊക്കെ പറയും, അവധിക്ക് പോകുമ്പോൾ എൻ്റെ പപ്പാടുത്ത് പോകും, എൻ്റെ പപ്പാടുത്ത് ഒരുപാട് വില്ല ഉണ്ട്, എൻ്റെ പപ്പായുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഒത്തിരി കാറുണ്ട് എന്നൊക്കെ കുഞ്ഞുങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന കണക്കെ ഈശോ ഭൂമിയിൽ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വില്ലാകളുണ്ട്, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ഉറപ്പ്. ക്രിസ്തു പറഞ്ഞു ഇങ്ങനൊരു അവസ്ഥയുണ്ട്, നമുക്ക് പിടികിട്ടില്ല. പക്ഷേ ഈശോ പറഞ്ഞു ഇതാണ് സ്വർഗമുണ്ടെന്ന് ഉള്ളതിൻ്റെ ഉറപ്പ്. മാത്രമല്ല അവൻ ഇറങ്ങി വന്നത് സ്വർഗത്തിൽ നിന്നാണ്, അവൻ പോയതും സ്വർഗത്തിലേക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:51 കൃത്യമായി ഈശോ പഠിപ്പിച്ചു. യോഹന്നാൻ 6:51, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഞാൻ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇനിയും യോഹന്നാൻ 6:38, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ക്രിസ്റ്റൽ ക്ലിയറാണ്, ഈശോ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇനിയും ഈശോ കയറിപ്പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ലൂക്ക 24:50-51 വാക്യങ്ങളിൽ ഈശോയുടെ സ്വർഗാരോഹണമാണ്. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് തിരുവചനത്തിൽ പറയുക. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക അവൻ ഇങ്ങനെ പറന്ന് ഉയർന്ന് പൊങ്ങി മെല്ലെ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ ഒരു കാഴ്ച ശിഷ്യന്മാർ കണ്ടു. ഇതാണ് അവരുടെ ഉറപ്പ്. നമുക്കറിയാം, ഉദ്ധാനം ചെയ്ത് നിരവധി തവണ ഈശോ അവരുടെ കണ്ണിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു, മുറിഞ്ഞ കൈകാലുകൾ കാണിച്ചു, സമാധാനം ആശംസിച്ചു, അവരുടെ കൂടെ ഇരുന്ന് വറുത്തുമീൻ കഴിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് പിന്നെയും സംശയം. ചിലർ സംശയിച്ചു, ചിലർ വിശ്വസിച്ചു. ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ എന്നാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ച കണ്ടതിന് ശേഷം ഈ ബഥാനിയായി ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ മലയിൽ വെച്ച് അവൻ സ്വർഗാരോഹണത്തിൻ്റെ ഈ മലയിൽ വെച്ച് അവൻ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി പൊങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് വേറൊരു ലോകമുണ്ട്. അവൻ വന്നത് അവിടെ നിന്നാണ്, അവൻ അവിടേക്കാണ് പോയത്. ജീവിച്ച് മരിച്ച് സ്നേഹിച്ച് കടന്നുപോയ അവൻ പോയിടത്ത് ഞങ്ങൾക്കും എത്തും. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരൊക്കെ പിന്നീട് ഇടം വലം തിരിയാതെ
ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരകളിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട്, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് ജീവിച്ചത്. ഈ കാഴ്ചയാണ് നിത്യതയെക്കുറിച്ചുള്ളൊരു കാഴ്ച. അത് മനസ്സിൻ്റെ അകത്തട്ടിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടി. ഒരു 100 കൂട്ടം കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം പ്രിയപ്പെട്ടവർ ഈ കാഴ്ച തെളിഞ്ഞു കിട്ടാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ നവംബർ മാസം നമ്മുടെ പരേതരെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പച്ച കെടാതെ നിൽക്കേണ്ടത് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട്. ഈ യാഥാർത്ഥ്യത്തിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എത്തണം. പലപ്പോഴും സാത്താൻ നുണച്ചിന്തകൾ കൊണ്ട് നമ്മളെ വ്യതിചലിപ്പിക്കും. ഈ ലോകമാണ് സ്വർഗം, ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് സ്വർഗം, ഇവിടെയാണ് സ്വർഗവും നരകവും, ഇങ്ങനെ ധാരാളം തവണ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ തിരുവചനം അത് തെറ്റാറില്ല. സത്യം വചനമാണ്, വചനമാണ് സത്യം. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഒരിക്കലൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ കാല് ആംപ്യൂട്ട് ചെയ്യേണ്ടിയിട്ട് വന്നു. പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, നിൻ്റെ കാല് മുറിച്ച് കളഞ്ഞാലും നിൻ്റെ കാലിന് അനുയോജ്യമായ മറ്റൊരു വെപ്പുകാല് ഞാൻ വെച്ച് തരും, ഒറിജിനൽ കാല് പോലെ. അതിനുവേണ്ടി ഈ ഡോക്ടർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവന് ആംപ്യൂട്ട് ചെയ്ത ഈ കാലിൽ വെപ്പുകാല് വെച്ച് പിടിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഈ കാല് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ നടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ വീണു പോവുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഡോക്ടർ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, ആ കാല് ഞാൻ ഊരി വെച്ചിരിക്കുക. അതെന്താ? നല്ല കാലാണ്, പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ അവനത് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു. ഡോക്ടർ പറഞ്ഞു, എടാ, നിനക്ക് ഞാൻ നല്ലൊരു കാല് പണിത് തന്നു, പക്ഷേ നിന്നെ ഞാൻ നടക്കാൻ പഠിപ്പിച്ചില്ല. വളരെ പ്രധാനപ്പെട്ടതായൊരു ചിന്തയാണ്. ഞാൻ നിനക്ക് നല്ലൊരു കാല് വെച്ച് തന്നു, പക്ഷേ നിന്നെ നടക്കാൻ ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നിത്യതയിലേക്കൊക്കെ നടക്കാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശീലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. പലരും ഈ ഭൂമിയിലെ മനപ്രയാസങ്ങൾ ഒഴിവാക്കി ജീവിക്കാനുള്ള പല വിചാരങ്ങളിലാണ്, പല ചിന്തകളിലാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ഈ ഭൂമിയിലെ മനപ്രയാസം ഒഴിവാക്കാനുള്ള ഏറ്റവും സുന്ദരമായ വഴി, ബൈബിളിൻ്റെ വഴി, സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഞാനത് നിങ്ങളോട് പറയാം. അതായത് ഈ ഭൂമിയിൽ മനപ്രയാസമില്ലാത്ത മനുഷ്യരില്ല, സമാധാനം നഷ്ടപ്പെടാത്ത മനുഷ്യരില്ല, പ്രതിസന്ധികൾ അനുഭവിക്കാത്ത മനുഷ്യരില്ല, കുരിശുകൾ വഹിക്കാത്ത ജീവിതങ്ങളില്ല. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ സ്വർഗം തരുന്ന, വചനം തരുന്ന വഴി എന്താണെന്നറിയാമോ? സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത മനസ്സിലിങ്ങോട്ട് സൂക്ഷിക്കുക. സ്വർഗത്തെക്കുറിച്ച് ഒരു മിന്നലൊളി കരളിൽ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്, കാക്കകളെ നോക്ക്, അത് വെള്ളം കയറുന്ന സ്ഥലത്തേക്ക് പറക്കും. ഏതെങ്കിലും ചേർത്തിമാർ തേച്ചു മുഴുക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നിരിക്കുമ്പോൾ അതിന് കിട്ടേണ്ട ഫുഡ് അതിന് കിട്ടും. അത് കൊണ്ടുവന്ന് അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഫ്രീസറിൽ വെക്കുന്നില്ല. അടുത്ത ദിവസം അത് പറക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഫുഡ് കൊടുക്കുന്ന ഒരു ദൈവം അതിനുണ്ടെന്നതിനറിയാം. വയൽപ്പൂവുകളെ നോക്കുക, അലങ്കരിക്കുന്നില്ല, തങ്ങളെ തന്നെ അലങ്കരിച്ച് മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു നാച്ചുറലായിട്ട് ദൈവം അതിന് കൊടുക്കുന്ന ചില ഒരു ബ്യൂട്ടിയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ആരും കൊതിച്ച് നോക്കി നിന്ന് പോകുന്ന ഒരു നിറമുണ്ട്, അതിന് ഒരു വർണ്ണമുണ്ട്, ഒരു സുഗന്ധമുണ്ട്. ഇത് ദൈവം കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, അല്പവിശ്വാസികളെ വിശ്വസിക്ക്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ പിതാവ് തരും എന്നൊരു വിശ്വാസമാണ്. സ്വർഗത്തിലെ ഒരു അപ്പൻ ഇതെല്ലാം നമുക്ക് തരും എന്നൊരു വിശ്വാസമാണ് വേണ്ടത്. അതുകൊണ്ട് ആകുലപ്പെടേണ്ട. എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ ആകുലപ്പെടേണ്ട. ഇതാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മത്തായിയുടെ സുവിശേഷം 6:25. കാരണം ഇതിനപ്പുറത്തേക്ക് വിചാരപ്പെടാൻ നമുക്ക് വകുപ്പുണ്ട്. ഈ ഭൂമിയിലെ വിചാരങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ, ചില രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അതീന്ദ്രിയമായ അദൃശ്യമായ ചില ലോകത്തേക്കൊക്കെ പ്രവേശിക്കാനുള്ള വിളിയാണിത്. അതുകൊണ്ട് ഈ ലോകത്തിലെ കെട്ടുകാഴ്ചകളിൽ മാത്രം മുഴുകിപ്പോയി ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. മത്തായി 6:25 ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട.
ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? അപ്പം അതുകൊണ്ട് ഈശോ പറഞ്ഞു, പിന്നെന്താ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ള കാര്യം ശരിയായാൽ പിന്നുള്ള ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ നേരെയാകും. ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഒന്നാമത് ചെയ്താൽ പിന്നുള്ളത് താനേ വന്നുള്ളൂ, ശേഷമുള്ളത് തനിയെ വന്നുള്ളൂ. നമുക്കറിയാം, ഈ റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ, റബ്ബർ തോട്ടത്തിൻ്റെ വഴിത്താരകളിലൂടെ വാഹനം, അത് ധാരാളം കരിയിലകൾ ഉണങ്ങിക്കിടക്കും. ഈ കാർ ഇങ്ങനെ നന്നായി സ്പീഡിൽ പോകുമ്പോൾ കരിയിലകളൊക്കെ ഇങ്ങനെ പറന്ന് ഇരുവശങ്ങളിലേക്കൊക്കെ മാറുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ കരിയിലകൾ പറപ്പിക്കാൻ വേണ്ടിയിട്ട് കാർ ഓടിക്കേണ്ട ആവശ്യമില്ല, കാർ ഓടിച്ചാൽ മതി, കരിയിലകൾ പറന്നോളൂ. ഇതുപോലെ ഒന്നാമത് ചെയ്യേണ്ടത്, മെയിനായിട്ട് ചെയ്യേണ്ടത് ചെയ്താൽ പുറകെ ബാക്കിയുള്ളത് ജോയിൻ ചെയ്തോളൂ. ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നിരവധി ആകുലതകളും വ്യഗ്രതകളും കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനെ കുറിച്ച് സ്വർഗത്തിൻ്റെ പദ്ധതി ഇതാണ്: നീ ആദ്യമേ അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കുക, അപ്പോൾ ബാക്കി എല്ലാം ക്രമപ്പെട്ടുകൊള്ളും. പലപ്പോഴും നമ്മൾ തലതിരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. ഉദാഹരണത്തിന്, അഷ്ടസൗഭാഗ്യങ്ങളിൽ ഈശോ പറഞ്ഞു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? മിക്കവാറും ഭൂമി മുഴുവനും അവകാശമാക്കി സ്വന്തമാക്കി കീശയിലായതിനു ശേഷം ഇനിയൊന്ന് വിശ്രമിക്കാം, ഇനിയും ശാന്തമാകാം. ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ആദ്യമേ നീ ശാന്തത അഭ്യസിക്കുക, നീ നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുക, നിൻ്റെ കണ്ണുകൾ ഉയർത്തുക, കേൾക്കാൻ ചെവി തുറക്കുക, അതീന്ദ്രിയമായ രഹസ്യങ്ങളിലേക്ക് മിഴികൾ ഉയർത്താൻ പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജീവിതം ശാന്തമാകും. അപ്പോൾ ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഒന്നാമത് ചെയ്താൽ രണ്ടാമതുള്ളത് തന്നെ വന്നോളൂ, മൂന്നാമതുള്ളത് തനിയെ വന്നോളൂ, നാലാമതുള്ളത് പിന്നെ വന്നോളൂ. ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് വിചാരപ്പെടാൻ പഠിക്കണം. ഈ നവംബർ മാസം നമ്മുടെ പരേതരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള ഒരു ചിന്ത, പ്രധാന ചിന്ത, നമ്മൾ നമ്മുടെ മനസ്സിൽ, കരളിൽ ഈ സ്വർഗചിന്ത, ഈ വിചാരം ഒന്ന് ആലേഖനം ചെയ്യപ്പെടാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. സ്വർഗത്തെക്കുറിച്ച് വിചാരപ്പെടാൻ എളുപ്പ വഴിയുണ്ട്. സ്വർഗത്തെക്കുറിച്ച് വിചാരപ്പെടാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈശോ പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. നിങ്ങളുടെ ഡിപ്പോസിറ്റ് എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും ഇവിടുന്ന് ഈ പള്ളിക്ക് അപ്പുറത്ത് എൻ്റെ കാർ ഇട്ടിട്ടുണ്ട്. ആ കാറിൽ എൻ്റെ അടുത്തുകൂടെ ഒരു പയ്യൻ അവനൊരു കല്ലും കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അറിയാതൊരു ചിന്ത ഉണ്ടാകാം, എൻ്റെ പുതിയ കാറ്, ഈ കാറിലെ പയ്യൻ ഉരച്ചിട്ട് പോകാനാണ് സാധ്യത. അവൻ കണ്ടാലറിയാം കുസൃതിയാണ്, അവൻ്റെ ഓട്ടം കണ്ടാലറിയാം അവൻ അബദ്ധം കാണിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും എൻ്റെ ഹൃദയം. ആളായിട്ട് ഞാനിവിടെയുണ്ട്, കാര്യം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് വിഭജിതമാണ്. നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ നമ്മുടെ കാറിൽ ഒരു 5 ലക്ഷം രൂപ ഇരിപ്പുണ്ടെങ്കിൽ അത് റോഡ് സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഒരു ധ്യാനം കൂടുക അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സ് മുഴുവനും 5 ലക്ഷം കാറ്. നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. അങ്ങനെയെങ്കിൽ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായാൽ നമ്മുടെ ഹൃദയത്തിന് ഒരു കണക്ഷൻ കിട്ടും. ഈ കണക്ഷനെക്കുറിച്ചാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കില്ല, കള്ളൻ മോഷ്ടിക്കില്ല. ഈ ഒരു നിക്ഷേപം, നമുക്കറിയാം 3 നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ഈശോ തുടർന്ന് പഠിപ്പിക്കുന്നത്. 3 നിക്ഷേപങ്ങൾ, നമുക്ക് 3 ഡിപ്പോസിറ്റുകൾ ഉണ്ടാകണം. ഒന്ന്, പ്രാർത്ഥന എന്നൊരു ഡിപ്പോസിറ്റ്. നമുക്കൊരു ഡിപ്പോസിറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഉദാഹരണത്തിന്, ഒരാളുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഉണ്ട്. ജീവിതത്തിൽ ഒരു ആവശ്യം വന്നെന്ന് വെച്ചു, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, ഒരു ആവശ്യം വന്നു. ഈ ആവശ്യത്തിൽ അവൻ എന്താണ് ഗുണമെന്നറിയാമോ? ആരുടെ മുമ്പിൽ പോയി ഇരക്കണ്ട, കടം വാങ്ങിക്കണ്ട,
കാരണം ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ ഡിപ്പോസിറ്റ്, നിക്ഷേപം, ഈ ഡിപ്പോസിറ്റ് എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും നമ്മുടെ മനസ്സ്, ഹൃദയം. ഇവിടെ ഈശോ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ഡിപ്പോസിറ്റ്, മത്തായിയുടെ സുവിശേഷം 6:6 പറയുന്നത് പ്രാർത്ഥന എന്നൊരു ഡിപ്പോസിറ്റിനെ കുറിച്ച്. പ്രാർത്ഥന ചെറിയൊരു വിഷയമാണ്, പക്ഷേ ഈ ഡിപ്പോസിറ്റിൻ്റെ പ്രത്യേകത, ഈ പ്രാർത്ഥന പ്രതിസന്ധികൾ ഉണ്ടായതിനു ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. ലോകം അങ്ങനെയാണ് പറയുന്നത്. ഒരു പരീക്ഷ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ, ഒരു ക്രൈസിസ് ഉണ്ടായി, ഒരു രോഗം വന്നു കഴിയും, ഡോക്ടർ പറയും വന്നേ നോക്കട്ടെ, സ്കാൻ ചെയ്തു നോക്കി രക്ഷയില്ലെന്നാ തോന്നുന്നത്, പ്രാർത്ഥിച്ചോ കേട്ടോ. പ്രാർത്ഥിച്ചു, ഞങ്ങൾ മാക്സിമം നോക്കി, രക്ഷയില്ല. രോഗം വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും പ്രാർത്ഥിച്ചു. ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകും, വിമാനമൊക്കെ ഇങ്ങനെ പോവുകയാണ്. പൈലറ്റ് പറയും ഇപ്പോൾ നമ്മളിങ്ങനെ ഗട്ടറിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മേഘങ്ങൾക്കിടയിലൂടെ, അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, എല്ലാവരും ബെൽറ്റൊക്കെ ഇട്ട്. കുറച്ച് കഴിയും പറയും ഇപ്പോൾ നമ്മൾ നിയന്ത്രണ വിധേയമല്ല, എല്ലാവരും പ്രാർത്ഥിച്ചോളാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനാണ് ലോകം പറയുന്നത്. പക്ഷേ ഈശോ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ, ഇടി വെട്ടിക്കഴിഞ്ഞിട്ടൊരു കുരിശുവര ഉണ്ടല്ലോ, നമ്മുടെ ഇടി വെട്ടുമ്പോൾ ഒരു കുരിശുവര. ഈശോ പറയുന്നത് അതല്ല, നാളെ ഇടി വെട്ടും എന്നറിയുന്നത് കൊണ്ട് ഇന്നേ നീ കുരിശു വരച്ചു വെച്ചേക്കണം. ഇതാണ് നിക്ഷേപം. ഇന്നേ നീ പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ നാളത്തെ നിൻ്റെ ജീവിതത്തിൽ ഈ നിക്ഷേപം നിനക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥനയാണ് ഒരു നിക്ഷേപം. രണ്ടാമത്തെ ഒരു നിക്ഷേപം ഉപവാസമാണ്. ഈശോ പറഞ്ഞു, ഉപവസിക്കുമ്പോൾ വിജാതീയരെ പോലെ കാപട്യം ഭാവിക്കരുത്, കാരണം ഈ ഉപവാസത്തിന് പ്രതിഫലമുണ്ട്. നീ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. കാരണം ഈ ഉപവാസത്തിന് ഒരു പ്രതിഫലമുണ്ട്, ഇതൊരു നിക്ഷേപമാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചേരെ വെച്ച് ഉണക്കിയെടുത്ത ജീവിതം കണക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമല്ല. ഉപവാസം എന്ന് പറയുമ്പോൾ കുറേ ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ട് അതിൻ്റെ പേരിൽ മാനസികമായി അലമുറയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ജീവിതശൈലിയല്ല, മറിച്ച് ദൈവം കൂടെ വസിക്കുന്നൊരവസ്ഥ. ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ഇൻ യു. ഇതാണ് ഉപവാസം എന്ന് പറയും. അപ്പം ഇതാണ് ഒരു നിക്ഷേപം. മൂന്നാമത്തെ ഒരു നിക്ഷേപമാണ് ദാനധർമ്മം. ദരിദ്രന് ദാനധർമ്മം ചെയ്യുമ്പോൾ നീ നിൻ്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. മത്തായിയുടെ സുവിശേഷം 6:3-4 അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയരുത്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ അതൊരു നിക്ഷേപമാണ്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവിൻ്റെ അടുത്തുള്ളൊരു ഡിപ്പോസിറ്റാണ്. ഈ പാവപ്പെട്ടവന് നീ വല്ലതും കൊടുത്താൽ, ബൈബിൾ പറയുന്നുണ്ട്, ദരിദ്രനെ സഹായിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവൻ ആ കടം വീട്ടും. ദൈവം ആ കടം നിനക്ക് വീട്ടിയിട്ടേ നിൻ്റെ മിഴിപൂട്ടാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു നിക്ഷേപം, ഒന്ന് പ്രാർത്ഥനയുടെ നിക്ഷേപം, 2 ഉപവാസത്തിൻ്റെ നിക്ഷേപം, 3 ദാനധർമ്മത്തിൻ്റെ നിക്ഷേപം. ഈ 3മാണ് നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതി ദൈവം ആവിഷ്കരിച്ച് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ മാസം നമ്മുടെ പരേതരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്തയാണ് സ്വർഗചിന്ത. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ യാക്കോബ് ചേട്ടനോട് പിണങ്ങി ഭവനം വിട്ട് ഹൃദയവേദനയോടെ അലച്ചിലിൻ്റെ ആ രാത്രിയിൽ യാബൂക്ക് എന്ന് പറയുന്ന ഒരു നദീതീരത്ത് വന്ന് വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവൻ കിടന്ന് മനോവേദനയോടെ ഉറങ്ങിയപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. സ്വർഗത്തിലെ ദൂതന്മാർ കയറിയിറങ്ങുന്നു, ഒരു ഗോവേണി വെച്ച് നിൽക്കുന്നു സ്വർഗത്തിലേക്ക്. ഈ ഗോവേണി എന്നൊക്കെ പറയുന്ന റെയിൽപാലം പോലെ നീളമുള്ളൊരു സംഭവമൊന്നുമല്ല, 10-20 അടി ഹൈറ്റുള്ള ഒരു ചെറിയ ഏണി എന്ന് പറഞ്ഞാൽ മനോവേദന അനുഭവിക്കുന്ന, ചേട്ടൻ പിണക്കി വെരുട്ടി ഓടിച്ചു വിട്ടിരിക്കുന്ന, വീട് വിട്ടലയുന്ന ഒരുവൻ്റെ ഒരു 20 അടി ഹൈറ്റിൽ സ്വർഗം വന്ന് ചാഞ്ഞു നിൽക്കുന്നു. സ്വർഗം അടുത്തുണ്ട്, സ്വർഗം അടുത്ത് നിൽക്കും. സ്വർഗമെന്ന് പറയുന്നത് അകലെ എവിടെയോ ഉള്ള ഒരു ലോകമല്ല, മറിച്ച് വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യത്തിൽ സ്തെഫാനോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ നേരെ യഹൂദർ
പല്ല് കടിച്ച് കോപാക്രാന്തരായി കല്ലെടുത്ത് അവനെ എറിഞ്ഞപ്പോൾ അവനൊരു കാഴ്ച കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ ദാ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ദാ മനുഷ്യപുത്രൻ നിൽക്കുന്നു, സ്വർഗം അടുത്ത് നിൽക്കുന്നു. അവനെ വേദനിപ്പിച്ചപ്പോൾ അവൻ വേദന നിറഞ്ഞ് കാണുന്ന കാഴ്ച സ്വർഗത്തിൻ്റെ കാഴ്ചയാണ്. നിന്നെ കല്ലെറിയുമ്പോൾ, നിനക്കെതിരെ ആളുകൾ നിലനിൽക്കുമ്പോൾ നിൻ്റെ കണ്ണിൽ ഈ സ്വർഗം തെളിയും. അങ്ങനൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരേതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് ഈ സ്വർഗചിന്ത മനസ്സിൽ സൂക്ഷിക്കാം. വേദനപ്പെടുന്നവരോട് കൂടെ അതുണ്ട്, കല്ലേറ് കൊള്ളപ്പെടുന്നവരോട് കൂടെ അതുണ്ട്. അതുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്നത് ഈ സ്വർഗ ചിന്തയാണ്. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, സ്വർഗത്തിലേക്ക് മടങ്ങി. ആ സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിച്ച് പരിശുദ്ധാത്മാ നിറവിനായി പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ശുദ്ധീകരാത്മാക്കളെയും ദൈവം അവൻ്റെ നിത്യഭാഗ്യത്തിൽ ചേർത്ത് പിടിക്കട്ടെ. ആമേൻ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. യേശുനാഥായ കർത്തനാം ദൈവം നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. പാവനാത്മാവേ, ആശ്വാസപ്രദൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം
യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യൻ. ചേർന്ന ഒരിക്കൽ കൂടി പാടാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവമേ, പരിശുദ്ധനും സർവശക്തനുമായവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആയിരുന്നവരും ആയിരിക്കുന്നവരും വരുവാനിരിക്കുന്നവരും സർവശക്തനുമായ എൻ്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. സകല മഹത്വത്തിനും ഉടയവനെ ഞങ്ങൾ ആരാധിക്കുന്നു. വെളിപാട് 5:5 യൂദാവംശത്തിന്റെ സന്തതിയായവൻ, യാക്കോബിന്റെ പേരായവൻ വിജയിച്ചിരിക്കുന്നു. അവരെ ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. ആധിപത്യവും അധികാരമുള്ളവരെ ഞങ്ങൾ ആരാധിക്കുന്നു. സകലത്തിന്റെയും ഉടയവനെ ഞങ്ങൾ ആരാധിക്കുന്നു. നിത്യതയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നവനെ ആരാധിക്കുന്നു. കർത്താവേ, മഹത്വം ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യീശോയ്ക്ക് നല്ല ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം ഈ നവംബർ മാസം നമ്മൾ നമ്മുടെ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിധിയാളനായ ഒരു ദൈവത്തെക്കാളുപരി സ്നേഹിതനായൊരു ദൈവത്തെ ആരാധിക്കാൻ ഇടവരുത്തിയതിന് നന്ദി പറയാം. നമ്മെ വിധിക്കാനിരിക്കുന്നത് നമ്മുടെ സ്നേഹിതനായ കർത്താവാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു തനത് വിധിയും ഒരു പൊതുവിധിയും നാം നേരിടേണ്ടവരാണ്. പക്ഷേ എന്നാലും വിധിയാളൻ ഈ ഭൂമിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നാഥനും രക്ഷകനുമായ, ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കർത്താവാണ്. അവൻ സ്വർഗീയ ശില്പിയാണ്, സകലത്തിൻ്റെ നാഥനാണ്. അവൻ എല്ലാവർക്കും മേലായി ഉന്നതനാണ്. എന്നാലും അവൻ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ പ്രാണപ്രിയനാണ്. അതിനാൽ എനിക്ക് ആത്മധൈര്യമുണ്ട്, പ്രത്യാശയുണ്ട്. അവനോട് നമുക്ക് പറയാനുള്ളത് ഈ ആരാധനയിൽ ഇപ്പോഴേ നാം പറയണം. കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ സംഭാഷണം ജീവന്റെ മടിത്തട്ടിൽ അവനോടൊപ്പമായിരുന്നു കൊണ്ട് അവനോട് സംസാരിക്കാനുള്ള നമ്മുടെ ക്ഷണം ഈ തിരു അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം നമുക്ക് നേരെ കൈനീട്ടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ, കർത്താവിൻ്റെ നിത്യമായ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ശുദ്ധീകര ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് നമ്മുടെ പ്രാർത്ഥനകളാണ് ബലമുള്ളത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ അവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ രടികളോട് ചേർന്ന് പാടി നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാം ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാം ശരീരം
സ്വർഗത്തെ ഒരിക്കൽ കൂടി സ്വപ്നം കണ്ടുകൊണ്ട് കണ്ണിൻ്റെ മുൻപിൽ ദൈവം തരുന്ന സ്വർഗീയ ഭാഗ്യത്തെക്കുറിച്ച് തീർത്തും ബോധത്തോടെ അവബോധങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മശക്തി നിറയ്ക്കുന്ന ഈ സ്വർഗീയ ദർശനത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് പാടാമോ? സ്വർഗീയ ശില്പിയെ, അല്ലലില്ലാത്ത രാജ്യത്ത് മാലാഖവൃന്ദത്തോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധരോടൊപ്പം നിന്നെ ആരാധിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഈ ആരാധന ഞാൻ മുന്നേറി കാഴ്ചവെക്കുന്നപ്പ, ഈ ആരാധന ഞാൻ മുമ്പേറി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മരിച്ചവരോടൊപ്പം ജീവന്റെ തുറമുഖത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുങ്ങുന്നു. നമുക്ക് ചേർന്ന് പാടാം. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും മൂവരും മുടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഓ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യൻ്റെ സങ്കല്പത്തിൽ പോലും എത്തിച്ചേർന്നിട്ടില്ലാത്ത ആ ദൈവീക ഭവനം, അതിനുവേണ്ടി കർത്താവെ ഞങ്ങൾ കൊതിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ സഹനങ്ങളും, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളും, എല്ലാ കുറവുകളും ഞങ്ങൾ ഏൽക്കുന്നു. ഇതിനപ്പുറത്തേക്ക് അങ്ങയോടൊപ്പമുള്ള ആനന്ദത്തിൻ്റെ ജീവിതം, സമൃദ്ധമായ ജീവൻ, നിത്യമായ ജീവൻ, അത് ഞങ്ങൾ കൊതിക്കുന്നു. ദാഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശുദ്ധീകരാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ചേർന്ന് പാടാമോ? വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഉയർപ്പിക്കപ്പെട്ട ഒരു ശരീരം എനിക്കുണ്ട്, രൂപാന്തരീകരിക്കപ്പെടുന്ന ഒരു ശരീരം എനിക്കുണ്ട്, തേജസ്കരിക്കപ്പെടുന്ന ഒരു ശരീരം എനിക്കുണ്ട്. ഓ ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം അങ്ങേ ആരാധിക്കാം, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഈ പ്രത്യാശയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യനാഥനെ ഒരിക്കൽ കൂടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി ദൈവമേ, ഞങ്ങളെ ക്ഷണിച്ചതിന്, അനുഗ്രഹിച്ചതിന്, ഉയർത്തുന്നതിന്, ഇവിടുത്തെ സ്നേഹത്തിന്, കരുതലിന്, ചേർത്ത് പിടിക്കുന്നതിന്. എത്ര പാളിപ്പോയാലും പിന്നെയും ആ കരതാരിൽ ഞങ്ങളെ ചേർത്തണയ്ക്കുന്നതിന്, തുളയ്ക്കപ്പെട്ട ഞങ്ങളുടെ കരം ഞങ്ങളുടെ നെറുകയിൽ വയ്ക്കുന്നതിന്, ഈ തലമുറയിൽ അനുഗ്രഹമായി ഉയർത്തുന്നതിന്, കുടുംബങ്ങളിൽ ദിവ്യ സാന്നിധ്യമായി നിറയുന്നതിന്, വചനത്തിൻ്റെ അഭിഷേകം തരുന്നതിന്, കൂദാശകളിലൂടെ അഭിഷേകം തരുന്നതിന്, ലൈംഗിക അധികാരത്തിൽ ആശീർവാദം നൽകുന്നതിന്, ഔദാശിക പിന്തുടർച്ചയുള്ള കുടുംബ ബന്ധങ്ങൾ തരുന്നതിന് കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നിത്യതയോളം എത്തിക്കുന്ന അങ്ങയുടെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് നിത്യമായ ഭാഗ്യമാണ്, സ്വർഗരാജ്യമാണ്. അവിടുന്ന് എന്ത് സംസാരിച്ചാലും അതിനെ നിത്യതയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അവൻ കയ്യിലൊരു കടുകുമണി എടുത്താൽ അവൻ പറയും, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ ഈ കടുകുമണിയുടെ ഉള്ളിലുള്ള ജീവൻ പോലെയുള്ള ജീവനാണ്. സ്വർഗരാജ്യം ഈ കടുകുമണിക്ക് സദൃശ്യമാണ്. കടുകുമണിയുടെ വലിപ്പത്തിലല്ല, മറിച്ച് അതിനുള്ളിലെ ജീവനെക്കുറിച്ചാണ് അവൻ പറയുക. അവൻ ഒരു തലമുടി നാരെടുത്താൽ പറയും, നിന്റെ തലമുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അവൻ വയലിലെ ഒരു പൂവ് കണ്ടാൽ പറയും, സോളമൻ പോലും തൻ്റെ രാജ്യത്തിൽ ഈ പൂവിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. അവൻ എന്ത് കണ്ടാലും അവൻ സ്വർഗരാജ്യവുമായി അതിനെ ബന്ധപ്പെടുത്തി. സ്നാപക യോഹന്നാൻ്റെ അസാന്നിധ്യത്തിൽ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ച എല്ലാവരെക്കാളും വലിയവനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ച ആരും സ്നാപകനെ പോലെയില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്നാപകനേക്കാൾ വലിയവനാണ്. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപകനേക്കാൾ, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനാണ്. അവന് സ്വർഗത്തെക്കുറിച്ചൊരു മതിപ്പുണ്ട്. അവൻ്റെ അപ്പൻ്റെ രാജ്യത്തെക്കുറിച്ച് അവനൊരു മതിപ്പുണ്ട്. അവിടെ നമ്മെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ജീവൻ പ്രദാനം ചെയ്തത്. കുരിശിൽ അവൻ മരിച്ചത് ഈ സമൃദ്ധമായ ജീവൻ തരാനാണ്. അവൻ അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് എടുത്ത പരിശുദ്ധാത്മാവിനെ കുരിശൻ്റെ ചുവട്ടിൽ നിന്ന് 2 പേർക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞു, പാരാതീതുമേ. അവൻ ആത്മാവിനെ കൈമാറി. അപ്പൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ അവൻ ജീവൻ തന്നുപോലും നമ്മെ സ്നേഹിച്ചു. ഈ നിത്യമായ രാജ്യം അവൻ്റെ സമ്മാനമാണ്, അവൻ ഒരുക്കിയ കൃപയാണ്. ഈ ഈരടികൾ കേട്ടുകൊണ്ട് ധ്യാനപൂർവം ആ ദിവ്യമായ രാജ്യത്തിൻ്റെ പരമാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കും എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ തോൽവികളും, എല്ലാ കണ്ണുനീരിനും എല്ലാ കണ്ണുനീരും, എല്ലാ പരാജയങ്ങൾക്കും നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ
എന്നെ നിത്യതയോടെ അടുപ്പിക്കുന്ന അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതം ഒരു പരാജയമാണെന്ന് സാന്നിധ്യം എഴുതിത്തള്ളുമ്പോഴും ദൈവമേ, അങ്ങയുടെ സാന്നിധ്യമാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഈ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു. കർത്താവേ, ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ രടികൾ പാടിക്കേൾക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി ദൈവമേ. നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, അപ്പാ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും ആമേൻ. താഴ്ചയിലും ഈശോയെ, മരണത്തിലും കർത്താവേ, ജീവനിലും ആമേൻ. നിൻ സാന്നിധ്യം മതി. സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തി പാടാമോ? നാഥാ, നിൻ സാന്നിധ്യം മതി. അങ്ങയുടെ സാന്നിധ്യം മതി അപ്പാ. സാന്നിധ്യം മതി. തിരു സാന്നിധ്യം, presence of God, നാഥാ, നിൻ the holy face of God. സാന്നിധ്യം മതി. കണ്ണുകൾ തുറന്നു തരണമേ അപ്പ, ആ സാന്നിധ്യം കാണാൻ കണ്ണുകൾ തുറന്നു തരണമേ ഈശോ. എൻ്റെ സാന്നിധ്യം കാണാൻ ഹൃദയം തുറന്നു തരണമേ ദൈവമേ. നിത്യതയോടടുപ്പിക്കണമേ. ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു പാദം മറുലോകത്ത് വെച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് സമർപ്പിക്കാൻ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് വരുന്ന അല്പനേരം നമുക്ക് നമ്മുടെ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അവസരം കൂടിയാണ്. നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്, ഇവിടുത്തെ സന്നിധിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം, സംസാരിക്കണം, അവനോടെല്ലാം തുറന്നു പറയണം. നീ എൻ്റെ മുൻപിൽ നിന്നിരുന്നെങ്കിൽ, എന്നോടെല്ലാം ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ സമയം മരണവേദനയിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും കഴിയുന്നവരുണ്ട്. കാലങ്ങളായിട്ടും മനസ്സിൽ നിന്ന് ഈ മരണ ദുഃഖം എടുത്തു മാറ്റാനാവാതെ കഴിയുന്നവരുണ്ട്. കൂടപ്പിറപ്പുകൾ, ജീവിതസഖി, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നലെ വരെ ആരോഗ്യത്തോടെ നമ്മളോടൊപ്പം ചിരിച്ചു കളിച്ചു കഴിഞ്ഞവർ വളരെ പെട്ടെന്ന് കടന്നുപോയിട്ടുണ്ട്. ആ നൊമ്പരം, പരിക്ക്, മനസ്സിലേറ്റ മുറിവ് ചതഞ്ഞ് കാലങ്ങളായി കിടക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ പരേതരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതകരം കൊണ്ട് ഒരു സൗഖ്യം കൂടി നമുക്ക് തരട്ടെ. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രത്യാശയോടെ ഈ ആരാധനയിൽ ഞാൻ അവരെ താഴ്ത്തി തരുന്നു. ഞാൻ വിശ്വസിക്കുന്നപ്പോൾ ബലിപീഠത്തെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും ഓടിയകലുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ബലിപീഠമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊത്തിനുറുക്കപ്പെട്ട അങ്ങയുടെ ശരീരം, പിടഞ്ഞു മുറിഞ്ഞ അങ്ങയുടെ ശരീരം, രക്തത്തിൽ കുളിച്ചു കിടന്ന അങ്ങയുടെ ശരീരം ബലിക്കല്ലായി ചുട്ടെടുത്ത ഈ അപ്പത്തോടൊപ്പം കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസ കേന്ദ്രമാണ്, ഞങ്ങളുടെ പ്രത്യാശയുടെ സങ്കേതമാണത്.
തിരിച്ചറിവിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബലിപീഠത്തെങ്കിലേക്ക് വെക്കുന്നു. അവരുടെ പേരുകൾ ഞങ്ങൾ ബലിപീഠത്തിൽ എഴുതുന്നു. കർത്താവെ, ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത അങ്ങയുടെ പരിശുദ്ധ ബലിപീഠത്തെങ്കിൽ അവരെയും നീ ചേർത്ത് പിടിക്കണമേ. ഇരുകരങ്ങളും ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ ദൈവം നമുക്ക് വേണ്ടി തന്നിട്ട് പാതി വഴിക്ക് നമ്മെ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും ഈ ബലിപീഠത്തെങ്കിൽ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധനും സർവശക്തനുമായവനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മഹത്വപ്പെടുത്തണം, മഹത്വപ്പെടുത്തണം. ഈശോയെ നന്ദിയോടെ സ്തുതിക്കുന്നത് പ്രിയപ്പെട്ടവരെ തരുന്ന കർത്താവേ, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പരിഹരിക്കണമേ. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങളിൽ അവിടുന്ന് നോക്കണമേ. ഞങ്ങളുടെ ശൂന്യമായ കരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണല്ലോ. അപ്പാ, മോചിപ്പിക്കണമേ. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവിടുത്തെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഓ ദൈവമേ, സ്നേഹമേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയാണിത്. ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ സങ്കടങ്ങളെ സമർപ്പിക്കാൻ ഈ മാസം ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ഭാരമുണ്ടാക്കി കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാൻ തന്ന ഭാഗ്യം, ഇത് ഞങ്ങൾക്ക് ആശ്വാസമാകുന്നു. ഈ ആശീർവാദത്തിൽ ഞങ്ങളുടെ അകാരണമായ സകല ദുഃഖങ്ങളും അവിടുന്ന് മായ്ച്ചു കളയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് നിങ്ങളുടെ വചനമുണ്ടല്ലോ. കർത്താവെ, കണ്ണീരൊപ്പുവാൻ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അവിടെ നിന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുട്ടുകൾ മടക്കുന്നു, ശിരസ് വണങ്ങി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നു. പ്രാക്കളിപ്പോൾ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കളിപ്പോൾ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. ആരാധന